ഹായ് ഹലോ, ഇന്നത്തെ ചെടി വിശേഷങ്ങൾ പറയുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു മഴയത്ത് വെക്കാൻ പറ്റുന്ന ചെടികളെന്ന്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, മഴയത്ത് വെക്കാൻ പാടില്ലാത്ത ചെടികൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ബിഗോണിയൻ്റെ എല്ലാ വെറൈറ്റീസും, അതായത് റെക്സി ബിഗോണിയ, മാക്സി ബിഗോണിയ, കെയിൻ ബിഗോണിയ, 3 ബിഗോണിയൻ്റെ ഒരു വെറൈറ്റി നമ്മൾ മഴയത്ത് വെക്കാൻ പാടില്ല കേട്ടോ. അത് സെൻസിറ്റീവായിട്ടുള്ള തണ്ടായതുകൊണ്ട്, സ്റ്റെം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ എല്ലാ വെറൈറ്റികളും നമ്മൾ മഴയത്ത് വെക്കാൻ പാടില്ലാത്തതാണ്. അഗ്ലോണിമ പ്രത്യേകിച്ച് നമ്മുടെ ഹൈബ്രിഡ് അഗ്ലോണിമ പ്ലാന്റ്സ് ഒരിക്കലും മഴയത്ത് വെക്കരുത് കേട്ടോ. മറ്റേതൊക്കെ 1-2 മഴ കൊണ്ടിട്ടുണ്ടെങ്കിലും സാരമില്ല. പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഗ്രീൻ ആയാലും ബ്ലാക്ക് ആയാലും ഒന്നും നമ്മൾ മഴയത്ത് വെക്കരുത്. കാരണം അതിൻ്റെ അടിയിലൊരു ഉരുളക്കിഴങ്ങ് പോലെ, ഒരു ബൾബ് പോലെ ഉണ്ട്. അതിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ടാൽ അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ചെടിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ്. ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അതിൽ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ മഴയത്ത് വെക്കരുതും. അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകും. പിന്നെ റിബൺ ഗ്രാസ്, അതുപോലെ തന്നെ കലാത്തിയ, അതുപോലെ തന്നെ നമ്മുടെ ഇലച്ചെടികൾ പൊതുവെ നമ്മൾ മഴയത്ത്, അതായത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടുള്ള ഇലച്ചെടികൾ പൊതുവെ നമ്മൾ മഴയത്ത് വെക്കരുത്. സ്നേക്ക് പ്ലാന്റൊക്കെ മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് ചീഞ്ഞു പോട്ടോ. അതാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രത്യേകത, അതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാത്ത, അല്ലെങ്കിൽ മഴ കൊള്ളാത്ത രീതിയിൽ നമ്മൾ എടുത്ത് വെക്കട്ടോ. പിന്നെ കലാത്തിയ പ്ലാന്റ്സ് നമുക്കറിയാം പെട്ടെന്ന് വെള്ളം കെട്ടി നിന്നിട്ട് ചീഞ്ഞു പോകുന്ന ചെടികളാണ്. അപ്പോൾ മഴ കൊള്ളാത്ത രീതിയിൽ തന്നെ ആ ചെടികളെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബോൾസും ചെടി, അതുപോലെ തന്നെ നമ്മുടെ ജറബറ ചെടി, അതുപോലെ തന്നെ ആന്തൂറിയോ, അങ്ങനെയുള്ള ചെടികളൊക്കെ തന്നെ നമ്മൾ മഴ കൊള്ളാത്ത രീതിയിലാണ് വെക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരുപാട് ചെടി മഴ കൊള്ളാത്തതുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഇരട്ടി മഴ കൊള്ളുന്ന ചെടികളുണ്ട്. ഇപ്പോൾ മഴ കൊള്ളാതെ വെക്കേണ്ട ചെടികളാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഒരുപാട് ഐറ്റംസിൽ ആ ചെടികളുണ്ട് കേട്ടോ. പിന്നെ ബോൾസൺ ചെടികളൊന്നും മഴയത്ത് വെക്കരുത് കേട്ടോ. ഹൈബ്രിഡ് ആയാലും നാടനായാലും ഒന്നും നമ്മൾ ബോൾസൺ ചെടിയൊന്നും, അതുപോലെ സിങ്കോണിയൊക്കെ തന്നെ മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നല്ല വാർച്ചുള്ള പോട്ടാണ് എടുക്കേണ്ടത്. പിന്നെ കുറച്ചൊക്കെ മഴപ്പാറിൽ കൊണ്ടാലും സാരമില്ല. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഇതിൽ അഗ്ലോണിമ ഒഴിച്ച് ബാക്കിയൊക്കെ നമുക്ക് ചെറുതായിട്ട് മഴയത്ത് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അഗ്ലോണിമ നമ്മൾ മഴയത്ത് വെക്കരുത്. അപ്പോൾ മഴയത്ത് വെക്കാൻ പാടില്ലാത്ത ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതൊക്കെ നമ്മൾ മഴ കൊള്ളാത്ത രീതിയിലേക്ക് എടുത്തേക്കാം. 10 മണി ചെടി അതുപോലെ തന്നെ നമ്മൾ മഴയത്ത് വെക്കരുത് കേട്ടോ. മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മണി ചെടീൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകും. ഇലയിലും തണ്ടിലും ഓൾറെഡി വെള്ളമുള്ള ഒരു ചെടിയാണ് നമ്മുടെ 10 മണി ചെടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനിയും ഒരുപാടുണ്ട്.